ഹായ് ഹലോ, സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ UGC നെറ്റ് കൊമേഴ്സിൻ്റെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന മോഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, മേക്ക് സഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ ലോസസ് ബട്ട് ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്ഷൻസ്. നോക്കിയേ, ഓപ്ഷൻ എ മാച്ചിങ് കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ സി കൺസർവേറ്റിസം ആൻഡ് ഓപ്ഷൻ ഡി മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ലോസുകളൊക്കെ വരുവാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ വരുമെന്ന് കണ്ടാൽ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രൊവിഷൻസ് വെക്കുകയും എന്താണ് ഇനി നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ വന്നതിന് ശേഷം മാത്രം നമ്മളത് എൻട്രി ചെയ്യുകയും ചെയ്താൽ മതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് കൺസർവേറ്റിസം ആണ്. ഓപ്ഷൻ സി കൺസർവേറ്റിസം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ഈ കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ലോസ് വരുമെന്ന് നമ്മൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രൊവിഷനും കാര്യങ്ങളും വെക്കുകയും എങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലോ അത് വന്നതിന് ശേഷം മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി എന്നും പറയുന്ന കോൺസെപ്റ്റാണ് ഈ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ്. എന്താണ് പ്രൂഡൻസ് എന്നുള്ളത്? ഇതിൻ്റെ മറ്റൊരു പേരാണ്. ഓരോ കോൺസെപ്റ്റും നമുക്ക് നോക്കാം. മാച്ചിങ് കോൺസെപ്റ്റ് നോക്കിയേ, ദ മാച്ചിങ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ സെയിം അക്കൗണ്ടിങ് പീരീഡ് ആസ് ദ റവന്യൂസ് ദേ ഹെൽപ്പ് ടു ജനറേറ്റ്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടാവുന്ന റവന്യൂസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിക്കണം. അതായത് സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിക്കണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. This ensures accurate measurement of profit. For example, if sales are made in a particular year, all related costs like cost of goods sold, wages and other expenses must be recorded in that same year even if they are paid later. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു വർഷം എന്തുണ്ടായി? സെയിൽസ് നടന്നു. ആ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ വേജസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സെയിം അക്കൗണ്ടിങ് പീരീഡിൽ ആ ഒരു ഇയറിൽ തന്നെ കാണിക്കണം എന്നാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ എന്താണ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്താൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും അതാത് പീരീഡിൽ തന്നെ അതാത് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിക്കണമെന്നാണ് ഈ മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് closely linked with the accrual system of accounting and help in determining the true profitability of the business. എന്താണ് നമുക്കറിയാലോ, അക്കൗണ്ടിങ്ങിന് ക്യാഷ് സിസ്റ്റം ഉണ്ട്, അക്രൂവൽ സിസ്റ്റം ഉണ്ട്. ക്യാഷ് ബേസിസിലാണെങ്കിൽ എങ്ങനെയാണ്? ക്യാഷ് പേയ്മെൻറ്റ് നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലേ? ഈ അക്രൂവൽ സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ ഉടനെ പേയ്മെൻറ്റ് നടത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. അതാണ് പറഞ്ഞത് അല്ലേ? ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് അത് റിലേറ്റഡ് പേയ്മെൻറ്റ്സ് നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ എന്താണ് ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിക്കണം എന്ന് പറയുന്നതാണ് എന്ത് ഈ പറയുന്ന മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ അടുത്ത കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. എന്താണ് പറയുന്നത് നോക്കിയേ. The objectivity concept requires that accounting information should be based on verifiable evidence and not on personal bias or opinion. Transactions must be supported by documents such as invoices, receipts or contracts. എന്താണ് ഈ പറയുന്നത്? ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും എൻട്രി ചെയ്താലും എങ്ങനെയായിരിക്കണം? വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് എവിഡൻസ്. എന്താണ് നമ്മൾ ക്യാഷ് മെമ്മോസോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോയ്സോ റെസിപ്റ്റോ ഇതൊക്കെ നോക്കി വേണം നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ. അല്ലാതെ നമ്മളൊരു വാല്യൂ വെച്ചിട്ട് നമ്മളൊരു ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു വാല്യൂ എഴുതുവാണോ? അല്ല, ഏതൊരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്താലും വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് എവിഡൻസോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് റെക്കോർഡ് ചെയ്യാൻ എന്ന് പറയുന്നതാണ് ഈ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. കണ്ടോ? This ensures reliability and credibility of financial statements. For example, the purchase of machinery is recorded based on the invoice price, not on estimated or subjective values. എന്താ പറയുന്നത്?
ഇങ്ങനെ നമ്മളൊരു സപ്പോർട്ടിങ് എവിഡൻസോട് കൂടി തന്നെ എഴുതുമ്പോൾ എന്താണ് കൂടുതൽ ക്രെഡിബിളും റിലയബിളും ആകും അല്ലേ. ഫോർ എക്സാമ്പിൾ കണ്ടോ, നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, അത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് നോക്കിയാണല്ലേ. അല്ലാതെ നമ്മളൊരു സബ്ജക്റ്റീവ് വാല്യൂ വെക്കുവാണോ, ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ വെക്കുവാണോ, ഒരിക്കലുമല്ല. സോ എന്താണ് ഈ പറയുന്നത്, നമ്മൾ പറഞ്ഞ ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും വിത്ത് സപ്പോർട്ടിങ് എവിഡൻസോട് കൂടി വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ദെൻ നോക്കിയേ, ഇതായിരുന്നല്ലേ നമ്മൾ കണ്ടത് കൺസർവേറ്റിസം. കൺസർവേറ്റിസത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ്. നോക്കിയേ, ദ കൺസർവേറ്റിസം കോൺസെപ്റ്റ് മീൻസ് ദാറ്റ് uncertainties and risk should be accounted for cautiously by recognizing expected losses but not unrealized gains. എന്താണ്, നമുക്ക് എന്തെങ്കിലും കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രകാരം എന്തെങ്കിലും ലോസ് വരുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്താണ് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പ്രൊവിഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം. പക്ഷെ എന്താണ്, ഗെയിൻ എന്തെങ്കിലും ആണെങ്കിൽ അത് വന്നതിന് ശേഷം മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി. നോക്കിയേ, in simple terms it follows the rule anticipate no profit but provide for all possible losses. Very important. എന്താണ് പറയുന്നത്, നമ്മൾ വരുന്ന ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, പ്രോഫിറ്റുകളൊന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണ്ട. പക്ഷേ എന്താണ്, എന്തെങ്കിലും ലോസസ് വരാനുണ്ട് എന്ന് കണ്ടാൽ നമ്മളത് മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട എല്ലാ പ്രൊവിഷനും കാര്യങ്ങളും വെക്കണം എന്ന് പറയുന്നതാണ് ഈ ഒരു കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ ആൻഡ് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ദിസ് പ്രിവെന്റ് ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അസറ്റ്സ്. കണ്ടോ, നമ്മളുണ്ടല്ലോ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കിന് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് വാല്യൂവിലും വെക്കാം, മാർക്കറ്റ് വാല്യൂവിലും നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണ്, ഏതാണോ ലോവർ അതേ നമ്മൾ എടുക്കുള്ളൂ. എന്തുകൊണ്ടാണ്, പ്രോഫിറ്റ് ഒത്തിരി കൂട്ടിക്കാണിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ എന്താണ്, ഏതെങ്കിലും ഡെറ്റ് നമുക്ക് ഡൗട്ട്ഫുൾ ഡെറ്റ് ആണെന്ന് തോന്നിയാൽ അപ്പം തന്നെ നമ്മൾ എന്താണ് വെക്കാറില്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ബാഡ് ഡെറ്റിന് വേണ്ടി പ്രൊവിഷൻ വെക്കുന്നു അല്ലേ. അതൊക്കെ എന്തിൻ്റെ പ്രകാരം ചെയ്യുന്നതാണ്, ഈ കൺസർവേറ്റിസം അല്ലെങ്കിൽ എന്താണ് പ്രൂഡൻസ് പ്രകാരം ചെയ്യുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുകയില്ല, അതുപോലെ അസറ്റിൻ്റെ വാല്യൂ ഒന്നും ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ദെൻ നോക്കിയേ, അടുത്ത ഒരു കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ദോസ് ഐറ്റംസ് വിച്ച് ആർ സിഗ്നിഫിക്കൻറ്റ് എനഫ് to influence the decision of users should be recorded and disclosed separately. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്, എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എന്താണ് യൂസേഴ്സിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് മതി എന്നാണ് ഈ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. Insignificant items can be treated in simplified manner. For example, small stationery purchases may be written off as expense instead of being recorded as assets. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് നമുക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റേഷനറി മേടിച്ചു, അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അതിനെ റിട്ടേൺ ഓഫ് ചെയ്യാം. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഇത്ര എമൗണ്ടേ വരത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, അതിന് എക്സ്പെൻസിൻ്റെ കൂടെ റിട്ടേൺ ഓഫ് ചെയ്യുവാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ബിസിനസ് മേക്കിംഗ് ദിസ് കോൺസെപ്റ്റ് സംവാട്ട് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ്. മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് എന്തിൻ്റെ ബേസിലാണ്, ആ ഒരു ബിസിനസ്സിൻ്റെ നേച്ചറും കാര്യങ്ങളുടെയും ബേസിലാണ് അത് തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, Which of the following is a deferred revenue expenditure? ഏതാണ് deferred revenue expenditure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ ലീഗൽ എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ പർച്ചേസ് ഓഫ് എ ലാൻഡ്. ഓപ്ഷൻ ബി എന്താണ് എക്സ്പെൻസസ് ഓൺ എ മെഗാ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ വൈൽ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഓപ്ഷൻ സി എന്താണ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഓഫ് എ ന്യൂ മെഷീൻ. ഓപ്ഷൻ ഡി എന്താണ് വേജസ് പെയ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് അഡീഷണൽ റൂം ഇൻ ദ ബിൽഡിംഗ് അല്ലേ. ഇതിനകത്ത് ഏതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? എന്താണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും അല്ല
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കുറേ നാൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ് നീണ്ടു നിൽക്കുന്ന ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ ബി, അതായത് എക്സ്പെൻസസ് ഓൺ മെഗാ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ വൈൽ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നോക്കിയേ, deferred revenue expenditure refers to large expenses that benefit multiple periods. A major advertisement campaign provides long-term benefits, so its cost is spread over several years instead of being charged fully in one period. എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതും ഒരു പീരീഡ് അല്ല ചാർജ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് ഒരു വർഷത്തേക്കല്ല കിട്ടുന്നത്, അല്ലെ ഒരു വൺ പീരീഡിലേക്കല്ല കിട്ടുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള എക്സ്പെൻസുകളാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഫോർ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്, ലാർജ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസസ്. ഇതൊക്കെ എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന ടൈപ്പ്, മൾട്ടിപ്പിൾ ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന ടൈപ്പാണ്. മൾട്ടിപ്പിൾ പീരീഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. അസേർഷൻ നോക്കിയേ, പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഓണർ ഓഫ് ദ ബിസിനസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. റീസണിങ് എന്താണ്, അക്കോർഡിംഗ് ടു ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഈച്ച് ബിസിനസ് എന്റർപ്രൈസ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ അക്കൗണ്ടിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. എന്താണ് ഓപ്ഷൻസ് നോക്കിയേ, ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണോ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ സി എന്താണ്, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ഡിയോ, എ ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, അസേർഷൻ കറക്റ്റ് ആണ്, അതിൻ്റെ റീസണിങ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കിയേ ഒന്ന്, ഓണറിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാറില്ല, ഇല്ല അല്ലേ. അതെന്തുകൊണ്ടാണ്, അതിന് എന്താണ് റീസണിങ് പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെ. അത് പ്രകാരം ഓണർ വേറെ, ഓണർ എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് വേറെ ഒരു എൻറ്റിറ്റി, അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഒരാളാണ് എന്തെന്ന് പറയുന്നത്, ഓണർ എന്ന് പറയുന്നത്. നോക്കിയേ, ദ കറക്റ്റ് ആൻസർ ഈസ് എ ബിക്കോസ് ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ പ്രോപ്പർലി എക്സ്പ്ലെയിൻസ് ദ അസേർഷൻ അല്ലേ. ദെൻ അക്കോർഡിംഗ് ടു ദ business entity concept in accounting, a business is treated as separate entity distinct from its owner. This means that the financial records of the business should be included only those transactions that are related to the business itself. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അക്കൗണ്ടിങ്ങിലെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് എന്ന് പറയുന്നത് വേറെയാണ്. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് മാനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്താ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം എന്താണ്, ബിസിനസ്സിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, റെക്കോർഡ് ചെയ്യാറുള്ളൂ. അതാണ് ഈ പറയുന്നത്. ദെൻ നോക്കിയേ, ആസ് എ റിസൾട്ട് any personal transactions of the owner such as personal expenses or income are not recorded in the books of the business അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഓണറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സണൽ എക്സ്പെൻസുകളോ ഇൻകമോ ഒന്നും എന്ത് ചെയ്യാറില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. Therefore, the assertion is correct and the reason clearly justifies why personal transactions are excluded, making option A the correct choice. Okay അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട എന്താണ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് വേറെയാണ്, ബിസിനസ്മാൻ വേറെയാണ്. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ട് ചിലപ്പോൾ എന്താണ്, അത് റിലേറ്റ് ചെയ്ത് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്, എക്സാമ്പിളായിട്ട് തരും. അതായത്
ബിസിനസ്മാൻ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എങ്കിൽ അതിൻ്റെ ഓണറാണ് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന സാധനമല്ലേ. പക്ഷെ എന്താ, ക്യാപിറ്റലിനെ നമ്മളൊരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിന് എന്താണ്, അയാൾ പുറത്തുനിന്നുള്ള ഒരാളാണ്. സോ എന്താണ്, അതൊരു ലയബിലിറ്റി ആയിട്ടാണ് ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും ഡ്രോയിങ്സ് ആയിട്ട് അല്ല ഗുഡ്സും സാധനങ്ങളോ ക്യാഷോ ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ അതെന്തായിട്ട് കാണിക്കും, ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കും. എങ്കിൽ എന്താണ്, ബിസിനസ്മാൻ ഓണർ അല്ലേ. എങ്കിൽ എന്തിനാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്? പക്ഷെ എന്താണ്, അല്ല, ഇയാൾ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ്. ബിസിനസ് വേറെയാണ്, ബിസിനസ് മാൻ വേറെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ചെയ്യാനാണ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നാലേ, ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം, എന്താ കൺസർവേറ്റിസം? നമ്മൾ കണ്ടല്ലേ, പ്രൂഡൻസ് എന്നും പറയും എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മണി മെഷർമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി. ഇവിടെ എന്താണ്, ഡിയിൽ എന്താ തന്നിരിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ലിസ്റ്റ് 2 നോക്കിയേ, വാല്യൂവിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. ഇവിടെ എന്താ, റെക്കോർഡിംഗ് പഞ്ച്വാലിറ്റി ആൻഡ് ഓണസ്റ്റി ഓഫ് ദ എംപ്ലോയീസ്. ദെൻ എന്താണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ഈസ് ഷോൺ ആസ് എ ലയബിലിറ്റി. ദെൻ നാലാമത് എന്താ തന്നിരിക്കുന്നത്? വാല്യൂവിംഗ് ഇൻവെന്ററി അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നോക്കിയേ, പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി എങ്ങോട്ട് പോകും? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ഈസ് ഷോൺ ആസ് എ ലയബിലിറ്റി അല്ലേ. എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 3 ആണല്ലേ. എന്താണ്, ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രകാരം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി കൺസർവേറ്റിസം എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം നമുക്കറിയാം അല്ലേ, B4 ആണ്. നോക്കിയേ, വാല്യൂവിംഗ് ഇൻവെന്ററി അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അല്ലേ. പ്രോഫിറ്റ് കൂട്ടി കാണിക്കാതിരിക്കാൻ ഇൻവെന്ററി വാല്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഏതാണോ കുറവ്, കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ കുറവ്, അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്താണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മണി മെഷർമെന്റ്, എന്താ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്? നമ്മൾ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം മണി ടേമിൽ കാണിക്കാൻ പറ്റുന്ന, അതായത് മണി ടേമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? നോക്കിയേ, C2 വരും. റെക്കോർഡിംഗ് പഞ്ച്വാലിറ്റി ആൻഡ് ഓണസ്റ്റി ഓഫ് ദ എംപ്ലോയീസ്, അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മണി ടൈമിലുള്ളതാണോ? അല്ല, അതുകൊണ്ടാണ് അത് കാണിക്കാതിരിക്കുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ഡി എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? ഡി എന്ന് പറയുന്നത് 1 ആണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് ഈ പറയുന്നത്? ഈ നമ്മുടെ അസറ്റുകളെല്ലാം എങ്ങനെ കാണിക്കാറുള്ളൂ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിലല്ല കാണിക്കുന്നത്, അത് പർച്ചേസ് ചെയ്ത ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനിലാണ് കാണിക്കുന്നത് എന്നാണ് ഏത് പ്രകാരം പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. സോ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്കറിയാം A3 ആയിരുന്നു വന്നിരുന്നത്, B4 ആയിരുന്നു, C2 ആയിരുന്നു ആൻഡ് D1 ആയിരുന്നു അല്ലേ വന്നത്. സോ എന്താണ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ structured review of system and procedures of an organization in order to evaluate whether they are being conducted efficiently and effectively. ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് എല്ലാം എഫിഷ്യൻറ്റും എഫക്റ്റീവും ആയിട്ടാണോ നടക്കുന്നത് എന്നറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോസ്റ്റ് ഓഡിറ്റ് ആണോ? ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണോ? ഓപ്ഷൻ സി മാനേജ്മെന്റ് ഓഡിറ്റ് ആണോ? ആൻഡ് ഓപ്ഷൻ ഡി സേഫ്റ്റി ഓഡിറ്റ് ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എഫിഷ്യൻറ്റും എഫക്റ്റീവും ആയിട്ടാണോ നടക്കുന്നത് എന്നറിയാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം, എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ്. എന്താണ്, ഒരു ബിസിനസ്സിലെ കോസ്റ്റ് റെക്കോർഡുകളും കോസ്റ്റ് അക്കൗണ്ട്സും വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും? അവിടുത്തെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അല്ലേ.
It ensures that the cost of production is correctly calculated and the company is following proper cost accounting principles. എന്തിനു വേണ്ടിയാണ് ഇവർ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നടത്തുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. ദെൻ നോക്കിയേ, ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണ്? ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു എൻഷുർ ദേ ഷോ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. എന്തിനാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത്, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിട്ടുള്ളതാണോ കാണിക്കുന്നത് എന്നറിയാനായിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ആയിരുന്നു അല്ലേ? എന്തായിരുന്നു? ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ടാണോ നടത്തുന്നത് എന്നറിയാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ്സ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ആൻഡ് റണ്ണിങ് ദ ഓർഗനൈസേഷൻ അല്ലേ? ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാനായിട്ട് ഒരു മാനേജ്മെന്റിനുള്ള എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, എന്തിനാണ് പർപ്പസ് നോക്കിയേ? ടു അസസ് ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി, അവരുടെ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി അസസ് ചെയ്യാൻ. ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് മാനേജേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ. ആൻഡ് ടു ഇംപ്രൂവ് ഓവറോൾ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി, ഓർഗനൈസേഷന്റെ ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെയാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഈ പറഞ്ഞ മാനേജ്മെന്റ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഡിറ്റ് എന്താണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും ഒക്കെ കോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് among the following are not qualified to be appointed as auditor of a company? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്തത്, നോട്ട് ക്വാളിഫൈഡ്, ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ, an individual who is a chartered accountant and holds a certificate of practice as per Chartered Accountant Act 1949. ദെൻ നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇൻഡിവിജ്വൽ എന്താണ്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ എന്താണ്? CA ആക്ട് പ്രകാരം അയാൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും അയാളുടെ കയ്യിലുണ്ട്. ദെൻ നോക്കിയേ, ഓപ്ഷൻ ബി, a limited liability partnership firm which has all partners as chartered accountants. എന്താണ്? ഒരു LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അവിടെ എന്തുണ്ട്? എല്ലാ പാർട്ട്നേഴ്സും ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർ എലിജിബിൾ ആണോ നോക്കാം. എലിജിബിൾ അല്ലാത്തത് ആരാണ്? ക്വാളിഫൈഡ് അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി നോക്കിയേ, ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് എ കമ്പനി ഹു ഈസ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡിഗ്രി ഹോൾഡർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിയുടെ ഓഫീസറോ അല്ലെ എംപ്ലോയി ആണ്, പക്ഷെ ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടന്റും ആണ്. ദെൻ നോക്കിയേ, ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹൂസ് അപ്പോയിൻമെന്റ് വിൽ റിസൾട്ട് ഇൻ ദ പേഴ്സൺ ബി ദ ഓഡിറ്റർ ഓഫ് മോർ ദാൻ 10 കമ്പനീസ്. എന്താണ്? ഇയാളും ആരാണ്? ഏത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണേലും എന്താണ് അയാളുടെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അയാളെ മോർ ദാൻ 10 കമ്പനിയിൽ ഓഡിറ്റർ ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ആരൊക്കെയാണ് എലിജിബിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും എലിജിബിൾ ആണ്. ഒരു CA കാരനാണ്, ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ അയാൾ എലിജിബിൾ ആണ്. അതുപോലെ എന്താണ്? LLP, അവിടെ എല്ലാ പാർട്ട്നേഴ്സും ആരാണ്? അക്കൗണ്ടന്റ് ആണെങ്കിൽ അവരും എലിജിബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ്? കമ്പനിയിലെ ഓഫീസേഴ്സ് അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, പക്ഷേ കമ്പനിയുടെ എംപ്ലോയിയോ ഓഫീസറോ ആണെങ്കിൽ അയാൾ അല്ല, എലിജിബിൾ അല്ല. സോ ആൻസർ ഇതാണ് വരുന്നത്, ഡി. എന്താണ്? അതുപോലെ തന്നെ എന്താണ്? ഒരു സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് എത്ര കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാമെന്നുള്ളത്. അത് 10 കമ്പനി കൂടുതൽ അവർക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു CA കാരന്. സോ അതും എലിജിബിൾ അല്ല. സിയും ഡിയും ആണ് വരുന്നത്. ഏത് ഓപ്ഷനിലാണ് സിയും ഡിയും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിയും ഡിയും ആണ് വരുന്നത്. നോക്കാം. അണ്ടർ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2030 only a practicing chartered accountant or a firm LLP of chartered accountants can be appointed as auditor of a company. എന്താണ്?
ഒന്നല്ലെങ്കിൽ എന്താണ്, ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ LLPയോ ഒരു ഫേമോ അവിടുത്തെ എല്ലാ ആൾക്കാരും എന്തായിരിക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കണം. സോ ഓപ്ഷൻ എ ഈസ് ക്വാളിഫൈഡ് ബിക്കോസ് ആൻ ഇൻഡിവിജ്വൽ CA holding a certificate of practice is legally eligible. അല്ലേ, CA കാരനാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും എന്താണ്, അയാൾക്ക് എലിജിബിൾ ആണ്. എലിജിബിൾ അല്ലാത്ത ആരാന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഓപ്ഷൻ ബി എന്തായിരുന്നു, ഈസ് ഓൾസോ ക്വാളിഫൈഡ് സിൻസ് ആൻ LLP whose partners are all chartered accountants is permitted to act as an auditor. എന്താണ്, ഒരു LLP ആണ്, അവിടുത്തെ പാർട്ട്നേഴ്സ് ഒക്കെ എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അവരും എന്താണ്, എലിജിബിൾ ആണ്. However, option C is not qualified because an officer or employee of the company cannot be appointed as an auditor. എന്താണ്, ഓപ്ഷൻ സി എലിജിബിൾ അല്ല. ഒരു കമ്പനിയിലെ ഓഫീസേഴ്സിനെയോ എംപ്ലോയീസിനെയോ ഒന്നും നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റത്തില്ല, അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കാൻ പറ്റത്തില്ല. അത് പുറത്തുനിന്നുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. കണ്ടോ, ദിസ് ഈസ് ടു മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ് ആൻഡ് അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. then നോക്കിയേ, സിമിലർലി ഓപ്ഷൻ ഡിയും എന്തല്ല, ക്വാളിഫൈഡ് അല്ല, ബിക്കോസ് ദ ലോ പ്ലേസസ് എ സീലിംഗ് ഓൺ ദ നമ്പർ ഓഫ് ഓഡിറ്റ്സ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്യാൻ അണ്ടർടേക്ക്. എന്താണ്, ഒരു ഇത്ര കമ്പനികളിൽ മാത്രമേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്, ഇത്ര ഓഡിറ്റ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് എക്സീഡിങ് ദിസ് ലിമിറ്റ് ഡിസ്ക്വാളിഫൈഡ് ദ പേഴ്സൺ ഫ്രം ഫർദർ അപ്പോയിൻമെന്റ്സ്. 10 ഓഡിറ്റ് മാത്രമേ ആർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഈ പറഞ്ഞതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പറ്റുള്ളൂ. അതിൽ എക്സീഡ് ആയാൽ എന്താണ്, അയാൾ ഡിസ്ക്വാളിഫൈഡ് ആകും. Therefore, C and D are not eligible, making C the correct ആൻസർ. അല്ലെ, സിയും ഡിയും എലിജിബിൾ അല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എലിജിബിൾ അല്ലാത്തത്, ക്വാളിഫൈഡ് അല്ലാത്തത് ആരാന്നായിരുന്നു ചോദിച്ചിരുന്നത്. നോക്കിയേ, അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട് എവിടെയാണ് കിട്ടുള്ളത്, നമുക്ക് എന്താണ്, ഓഡിറ്റർ ഓഡിറ്റ് നടത്തിയിട്ട് കമ്പനീനെ കുറിച്ച് ഓഡിറ്റ് ചെയ്തിട്ട് ഒരു ഒപ്പീനിയൻ വെക്കും അല്ലേ. ആ ഒപ്പീനിയനാണ്, എന്തിലൂടെയാണ് ആ ഒപ്പീനിയൻ കാണിക്കുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് ആ ഒപ്പീനിയൻ പറയുന്നത്. അതിൻ്റെ ഒരു ടൈപ്പാണ് ശരിക്കും ഈ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നോക്കാം, എക്സാമിൻ വാലുവേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. സി, ആക്സസ് ടു റെക്കോർഡ്സ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്. ഡി, മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ഇൻ കമ്പനി ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ലിസ്റ്റ് 2 എന്താണ്, ഓഡിറ്റർ ഡ്യൂട്ടി, ഓഡിറ്റർ ലയബിലിറ്റി, ഓഡിറ്റർ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റർ റൈറ്റ്. എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്? ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ, അയാളുടെ ഒപ്പീനിയൻ കാണിക്കുന്നത് എന്തിലൂടെയാണ്, ഓഡിറ്റ് നടത്തിയിട്ട് ഈ റിപ്പോർട്ട് വഴിയാണ്. സോ ഇതെന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ ഒരു ഓഡിറ്റർ റിപ്പോർട്ടാണ്. എ എന്ന് പറയുന്നത് 3 ആണ്, A3 വരും. ദെൻ ബി എന്താണ്, എക്സാമിൻ വാലുവേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്യേണ്ടതും വാലുവേഷൻ ചെയ്യേണ്ടതും ഒക്കെ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ബി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സി എന്താണ്, ആക്സസ് ടു റെക്കോർഡ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്. അതെന്താണ്, ഓഡിറ്ററിൻ്റെ റൈറ്റ് ആണ്. കമ്പനിയുടെ റെക്കോർഡുകളൊക്കെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് ആർക്കുള്ളത്, സി എന്ന് പറയുന്നത് 4 ആണ് ഓഡിറ്റർക്കുള്ളത്. ദെൻ എന്താണ്, മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ഇൻ കമ്പനി ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ഇതെന്തായിരിക്കും, ഓഡിറ്ററിന്റെ ലയബിലിറ്റി ആയിരിക്കും അല്ലേ. ഡി എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ D2 ആണ്. നമുക്ക് നോക്കാം, ഒന്ന് മനസ്സിലായി. എ എന്ന് പറയുന്നത് ഓഡിറ്ററിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ്, ക്വാളിഫൈഡ് റിപ്പോർട്ട്. സോ A3 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, B1 ആണ്. സി എന്ന് പറയുന്നത് 4 ആണ്. A3 ആണ്, B1 ആണ്, C 4 ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് 2 ആണ്. സോ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് തന്നിരിക്കുന്നത്, ഇതിലല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് പ്രൈമർലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ ആണോ? നോക്കാം. ബി നോക്കിയേ, valuation of fixed assets should be verified by examining the work done by the auditor. C നോക്കിയേ, auditor should ascertain that assets are in the possession of the client. D എന്താണ്, auditor should satisfy himself that the assets have been
വാല്യൂഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അക്കോർഡിംഗ് ടു ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഇതിൽ ഓഡിറ്ററിന്റെ ഡ്യൂട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്ററിന്റെ ഡ്യൂട്ടി അല്ലാത്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഫിക്സ്ഡ് അസറ്റുകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെതല്ല, മാനേജ്മെൻറ്റിൻ്റെതാണ് പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. നോക്കാം, എക്സ്പ്ലനേഷനും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തറവാകും. ഇൻ ഓഡിറ്റിംഗ്, primary responsibility for physical verification of fixed asset lies with the management, not the auditor. കണ്ടോ, ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ അസറ്റുകളുടെ ആരല്ല ചെയ്യേണ്ടത്? പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് മാനേജ്മെന്റിൻ്റെതാണ്, ഓഡിറ്ററിൻ്റെതല്ല. മാനേജ്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് ആൻഡ് കണ്ടക്ട് പീരിയോഡിക് ഫിസിക്കൽ വെരിഫിക്കേഷൻ. നോ, ഇടയ്ക്കിടയ്ക്ക് എന്താണ് പ്രോപ്പർ രീതിയിലുള്ള റെക്കോർഡും കീപ്പ് ചെയ്യണം. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒക്കെ നടത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പറഞ്ഞ മാനേജ്മെന്റ് ആണ് അത് ചെയ്യേണ്ടത്. ദ ഓഡിറ്റർ റോൾ ഈസ് നോട്ട് ടു പെർഫോം ഫിസിക്കൽ വെരിഫിക്കേഷൻ ബട്ട് ടു എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ സിസ്റ്റംസ് ഫോളോഡ് ബൈ ദ മാനേജ്മെന്റ് ആൻഡ് ടു ടെസ്റ്റ്, ചെക്ക് ഓർ ഒബ്സർവ് വെരിഫിക്കേഷൻ വേറെവർ നെസസറി. എന്താണ് ഇത്? പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷനും ചെയ്യേണ്ടത് മാനേജ്മെൻ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും അത് ഒബ്സർവ് ചെയ്യും വെരിഫൈ ചെയ്യേണ്ടതൊക്കെ ആരാണ്? അതാണ് ഓഡിറ്റർ ചെയ്യുന്നത്. അല്ലാതെ പ്രൈമറി ഡ്യൂട്ടി ഒരിക്കലും ഓഡിറ്റർക്കല്ല. The auditor relies on internal controls, records and supporting evidence to form an opinion. അല്ലേ, ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ട് അയാൾ ഇന്റേണൽ കൺട്രോൾ റെക്കോർഡുകൾ നോക്കുന്നു, അതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. On the other hand, remaining statements are correct. The auditor verify the valuation of asset by examining records and methods used. എന്ത് ചെയ്യുന്നു? ഈ അസറ്റ് നമ്മുടെ എന്താണ് പറയുന്നത്? ഓഡിറ്റർ എന്താണ് ഓരോ അസറ്റുകളും വെരിഫൈ ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു. എന്താണ്? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്താണ് റെക്കോർഡ് ചെയ്യുന്നു അയാൾ. അതുപോലെ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സ് ഒക്കെ നോക്കി അയാൾ കാര്യങ്ങൾ ശരിയാക്കുന്നു. ആൻഡ് എന്താണ് പറയുന്നത്? ഈ അസറ്റുകളെല്ലാം ആരുടെ പൊസിഷനിലാണോ, ഈ പറഞ്ഞ പോലെ തന്നെ ക്ലയൻറ്റിൻ്റെ പൊസിഷനിലാണോ എന്നും, അതുപോലെ അസറ്റുകളെല്ലാം വാല്യൂ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണോ അത് വെച്ചാണോ എന്നൊക്കെ നോക്കുന്നത് ആരുടെ തന്നെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് എ ആണ്. എന്താണ്? ഒരിക്കലും പ്രൈമറി ഡ്യൂട്ടി അല്ല ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ, പക്ഷെ ആരുടേതാണ്? മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which one of the following consists of comparing entries in the books of accounts with documentary evidence in support thereof? എന്താണ്? നമ്മുടെ ബുക്കിലുള്ള എൻട്രീസ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഇന്റേണൽ ചെക്ക്, ഓപ്ഷൻ ബി ഇന്റേണൽ കൺട്രോൾ, ഓപ്ഷൻ സി വൗച്ചിങ് ആൻഡ് ഓപ്ഷൻ ഡി വെരിഫിക്കേഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൗച്ചിങ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് വൗച്ചിങ് എന്ന് വെച്ചാൽ? അതായത് നമ്മുടെ ബിസിനസ്സിലെ എൻട്രി ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, ബുക്കിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് ഒത്തുനോക്കുന്നത്, അത് കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, എന്താണ് ഇന്റേണൽ ചെക്ക് എന്ന് വെച്ചാൽ? Internal check is a system under which the work of one employee is automatically checked by another employee during the normal course of business. It is a part of accounting and office system designed to reduce errors and frauds. എന്താണ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ? ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയി ചെയ്യുന്ന വർക്കിന്, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യുന്ന വർക്കിന് എന്താണ് ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയുടെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, ഒരു എംപ്ലോയി അനദർ എംപ്ലോയിയുടെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. അത് ബിസിനസ്സിനകത്ത് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഫീസ് സിസ്റ്റം. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഇററുകളും ഫ്രോഡ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയുടെ വർക്ക് എന്ത് ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. നോക്കിയാൽ എന്താണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്? is a broader system that includes all the methods, plans and procedures adopted by a business to safeguard asset, ensure accuracy in accounts, improve of efficiency and follow management policies. എന്താണ്
ഇന്റേണൽ ചെക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ടേമാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? കുറേ മെത്തേഡ്സും പ്ലാൻസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ് എന്താണ് അവരുടെ അസറ്റുകൾ സേഫ് ഗാർഡ് ചെയ്യാനും അക്കൗണ്ട്സിന് ആക്യുറസി എൻഷുർ ചെയ്യാനും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും മാനേജ്മെന്റിന്റെ പോളിസീസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ഒക്കെ ആയിട്ട് ബിസിനസ് എടുക്കുന്ന കുറേ മെത്തേഡ്സും പ്ലാൻസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇന്റേണൽ കൺട്രോളിൽ വരുന്നത്. ഇന്റേണൽ ചെക്കിനെക്കാളും കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേമാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് ഈസ് വൈഡർ ദാൻ ഇന്റേണൽ ചെക്ക്, കുറച്ചുകൂടെ ബ്രോഡർ ആണ് അല്ലേ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കൗണ്ടിങ് കൺട്രോൾസ് ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് അസറ്റ് ഫ്രം മിസ്യൂസ് ഓർ തെഫ്റ്റ്. കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്റേണൽ ചെക്ക് ആണെങ്കിൽ ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയുടെ വർക്ക് ഓട്ടോമാറ്റിക്കലി ഡ്യൂറിങ് ബിസിനസിന്റെ ഇടയ്ക്ക് തന്നെ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇന്റേണൽ കൺട്രോൾ ആയപ്പോൾ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേമായി. ഓക്കെ, വൗച്ചിങ് എന്താണ്? വൗച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ചെക്കിംഗ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സച്ച് എസ് ബിൽസ്, ഇൻവോയ്സസ്, റെസിപ്റ്റ്സ്, വൗച്ചേഴ്സ്, ക്യാഷ് മെമോസ് എക്സെട്ര. എന്താണ് വൗച്ചിങ് എന്ന് പറയുന്നത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസ് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയ ഇൻവോയ്സുകളും റെസിപ്റ്റും വൗച്ചറും ക്യാഷ് മെമോ ഒക്കെ ആയിട്ട് വെച്ച് ഒത്തുനോക്കുന്നത്, കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ വൗച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു വൗച്ചിങ് എന്ന് പറയുന്നതാണ്. നോക്കിയേ, ഇറ്റ് വെരിഫൈസ് വെദർ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ആർ ജെനുവിൻ. ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെയാണോ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പിക്കണ്ടേ. ആൻഡ് ഇറ്റ് ചെക്ക് വെദർ ദ ട്രാൻസാക്ഷൻ ഈസ് പ്രോപ്പർലി ഓതറൈസ്ഡ്. വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടിയാണോ സാധനങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രാൻസാക്ഷൻസ് എന്ന് അറിയണ്ടേ. ഇറ്റ് എൻഷുവേഴ്സ് ദ ട്രാൻസാക്ഷൻ ആക്ച്വലി ഒക്കേഡ്. ഒറിജിനലി നടന്ന ട്രാൻസാക്ഷൻ തന്നെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നതെന്നും നമുക്കറിയണം അല്ലേ. ഫിക്റ്റീഷ്യസ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇടയ്ക്ക് കയറ്റിയിട്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് എന്ത് നടത്തുന്നത്? ഈ വൗച്ചിങ് നടത്തുന്നത്. അപ്പം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ഓഡിറ്ററിൻ്റെ എന്തെന്ന് പറയുന്നത്? വൗച്ചിങ് എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻസുമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ എൻട്രി ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് ഈ പറയുന്ന വൗച്ചിങ് എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ എന്താണ്? Verification means examining and confirming the existence, ownership, value and possession of assets and liabilities shown in the balance sheet. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന അസറ്റും ലയബിലിറ്റീസും ഒക്കെ അത് എക്സിസ്റ്റൻസും ഓണർഷിപ്പും അതിൻ്റെ വാല്യൂവും പൊസഷനും ഒക്കെ നോക്കാൻ വേണ്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ ഓഡിറ്റർ ടു എൻഷുർ ദാറ്റ് ദ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. എന്തിനാണ്? ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ആണല്ലേ ചെക്ക് ചെയ്യുന്ന, അസറ്റും ലയബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഓഡിറ്റർ വെരിഫിക്കേഷൻ നടത്തുന്നത്. ഇറ്റ് റിലേറ്റഡ് ടു മെയിൻലി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ചെക്ക് വെദർ അസറ്റ്സ് ആക്ച്വലി എക്സിസ്റ്റ്. ഇങ്ങനെ അസറ്റുകളൊക്കെ ആക്ച്വലി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കൺഫേം വെദർ ദേ ബിലോങ് ടു ബിസിനസ്. അത് ബിസിനസിന്റെ ഓണർഷിപ്പിൽ ഉള്ളതാണോ എന്ന് നോക്കുന്നു. ഇറ്റ് എൻഷുവേഴ്സ് കറക്റ്റ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും കറക്റ്റ് വാല്യുവേഷൻ നടത്തുന്നു. ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വെരിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. വൗച്ചിങ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻട്രീസ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈ വെരിഫിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റും ലയബിലിറ്റീസിൻ്റെയൊക്കെ എക്സാമിനും വെരിഫിക്കേഷനും അതുപോലെ തന്നെ അത് കറക്റ്റായിട്ടുള്ള ഒരു സാധനമാണോ, അതിൻ്റെ ഓണർഷിപ്പും വാല്യൂ ഒക്കെ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റിട്ടൺ പ്ലാൻ കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് എ പെർട്ടിക്കുലർ ഓഡിറ്റ് ഈസ് കോൾഡ്. ഒരു ഓഡിറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു റിട്ടൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ്, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? നോക്കിയേ. ഓപ്ഷൻ എ ഓഡിറ്റ് മെമ്മറാണ്ടം, ഓപ്ഷൻ ബി ഓഡിറ്റ് പ്ലാനിംഗ് പ്രൊസീജിയർ, ഓപ്ഷൻ സി ഓഡിറ്റ് നോട്ട്ബുക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഓഡിറ്റ് പ്രോഗ്രാം. നമ്മളൊരു ഓഡിറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ആ ഒരു റിട്ടൺ പ്ലാനിന് നമ്മൾ എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം. ഓപ്ഷൻ ഡി ഓഡിറ്റ് പ്രോഗ്രാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം. An audit program is a written plan that contains detailed instruction regarding how an audit should be conducted.
ഒരു ഓഡിറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിട്ടൺ പ്ലാൻ, സ്പെസിഫൈ പ്രൊസീജിയേഴ്സ്, ചെക്സ് ആൻഡ് ടെസ്റ്റ് ടു ബി ഫോളോഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഏതൊക്കെ ടെസ്റ്റുകളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ കാണിക്കുന്ന ഒരു റിട്ടൺ പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ എക്സിക്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഓഡിറ്റ് വർക്ക്. എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിട്ടൺ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എക്സിക്യൂഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. ആൻഡ് എൻഷുവേഴ്സ് നത്തിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് മിസ്ഡ്. അല്ലേ, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മുടെ കയ്യിൽ ഒരു റിട്ടൺ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മിസ് ചെയ്യുന്നില്ല, അത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ദെൻ നോക്കിക്കേ, ഓഡിറ്റ് മെമ്മറാണ്ടം. എന്താ ഓഡിറ്റ് മെമ്മറാണ്ടം? ദിസ് usually refers to notes or records relating to audit matters, not the complete return plan or for conducting audit. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു റിട്ടേൺ പ്ലാൻ ഒന്നുമല്ല, പക്ഷെ എന്താണ്, യൂഷ്വലി എന്താണ്, കുറച്ച് റെഫേർസ് ടു നോട്ട്സ് ഓർ റെക്കോർഡ് റിലേറ്റഡ് ടു ഓഡിറ്റ് മാറ്റേഴ്സ്. ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സും റെക്കോർഡ്സും ഒക്കെയാണ്, പക്ഷെ എന്താണ്, ഒരു റിട്ടേൺ പ്ലാൻ അല്ല ഓഡിറ്റ് മെമ്മറാണ്ടം. ഓഡിറ്റ് പ്ലാനിങ് പ്രൊസീജിയർ എന്താണ്? ദിസ് ഈസ് നോട്ട് ദ സ്റ്റാൻഡേർഡ് ടേം ഫോർ റിട്ടേൺ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ്. ഇങ്ങനെ ഒരു നമുക്ക് ഓഡിറ്റിംഗ് ഇങ്ങനെ ഒരു കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രോസസ്സ് എന്നുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് മോർ ടു ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, നോട്ട് ദ ഫൈനൽ ഡീറ്റെയിൽഡ് റിട്ടേൺ പ്ലാൻ. ജസ്റ്റ് ഒരു പ്രോസസ് ഓഫ് പ്ലാനിങ് ആണ്, നോട്ട് എ ഫൈനൽ റിട്ടേൺ പ്ലാൻ അല്ല ഓഡിറ്റ് പ്ലാനിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? Audit notebook is used by the auditor or audit assistants to record important observations, queries, errors and explanations during the course of audit. It is not a formal written plan of audit work. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്? ഇത് ഒരു ഫോർമൽ റിട്ടേൺ പ്ലാൻ ഒന്നും അല്ല, പക്ഷെ എന്താണ്, ഓഡിറ്ററോ അല്ലെ ഓഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസോ ഒക്കെ എന്താണ് ഈ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് കണ്ടുപിടിക്കുന്ന കുറേ ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ കുറേ ക്വറീസോ ഇറേഴ്സോ അല്ലെങ്കിൽ എന്താണ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഓഡിറ്ററോ ഓഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസോ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് കണ്ടുപിടിക്കുന്ന കുറേ ഒബ്സർവേഷൻസോ അല്ലെ അവർക്ക് വരുന്ന കുറേ ഡൗട്ട്സോ ഇറേഴ്സിനെയോ ഒക്കെ എന്തെന്നാണ് പറയുന്നത്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു ഫോർമൽ റിട്ടേൺ പ്ലാൻ അല്ല, എന്താണ്, ജസ്റ്റ് ഒരു കാര്യമാണ്. ദെൻ a personal record maintained by the auditor containing notes, queries and observations during the audit. എന്താണ്, ജസ്റ്റ് ഒരു പേഴ്സണൽ റെക്കോർഡാണ് ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അയാളുടെ നോട്ട്സും ക്വറീസും ഒബ്സർവേഷനും ഒക്കെ എഴുതി വെക്കുന്നത്. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക്? ഇതൊരു ഫോർമൽ റിട്ടേൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്നുമല്ല, ജസ്റ്റ് എന്താണ്, ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഓഡിറ്റേഴ്സോ ഓഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസോ ഒക്കെ എന്താണ് അതിൽ നിന്ന് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒബ്സർവേഷൻസോ ഇറേഴ്സോ എന്തെങ്കിലും ക്വറീസോ ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡിസ്കഷൻ സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്